അപ്പോൾ നമ്മൾ ചീനവല വന്നതിൻ്റെ മെയിൻ റീസൺ ലിസ മാം ആണ്. ലിസ മാം വനിതാ പാചകറാണിയുടെ ഈ വർഷത്തെ വിന്നറാണ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ കിടിലൻ ഒരു ഫുഡ് വ്ളോഗാണ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷവും പിന്നെ ഒരുപാട് പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സീ ഫുഡ് കിട്ടുന്ന ചീനവല റെസ്റ്റോറൻറ്റിൽ അവിടെ ഒരു പുതിയ കുറച്ച് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ വനിതാ പാചകറാണി എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ്റെ വിന്നറായ ചേച്ചിയാണ്. അവരുടെ റെസിപ്പിയാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു ഹോം കുക്കിൻ്റെ റെസിപ്പി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. സോ ദാറ്റ് സച്ച് എ ബിഗ് തിങ്. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും. ആൻഡ് ചീനവല റെസ്റ്റോറൻറ്റ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം ഇങ്ങനത്തെയൊക്കെ ഇനീഷ്യേറ്റീവാണ് നമ്മുടെ ഈ ഒരു പാഷൻ അവർക്കൊരു ജീവിത മാർഗമാക്കി കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. സോ ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ പറയണ്ടല്ലോ, അത്രയും ടഫ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ്റെ വിന്നറുമാണ്. പ്ലസ് ചീനവലയുടെ സ്റ്റാൻഡേർഡ്സും കൂടി ആകുമ്പോൾ ഫുഡ് അടിപൊളിയായിരിക്കും. അപ്പോൾ അവിടുത്തെ കിടിലൻ സീ ഫുഡ് കാണാൻ റെഡി ആയിക്കോ. ഓൾറെഡി കയ്യിൽ ഭക്ഷണം എടുത്ത് വെച്ചോ കേട്ടാ. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ എന്ത് തിരക്കാൻ നോക്കും. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. ശേഷം വരുന്നത് നമ്മുടെ എടപ്പള്ളിയിലാണ്. കാൺ വെയിറ്റ് ടു ടേസ്റ്റ്. ഇവർക്ക് താലിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സീ ഫുഡ് താലി വേണമെങ്കിലും ഇവിടെ 699 നിങ്ങൾക്ക് സംഭവം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ചൂസ് ചെയ്യാനും പറ്റും. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഐ എം അബൌട്ട് ടു ട്രൈ ദ ഫുഡ് വിച്ച് ഇസ് ഗോയിങ് ടു ബി റോക്കി. മാമാണ് ലിസ മാമാണ് ആ പാചക കോമ്പറ്റീഷൻ്റെ വിന്നർ. പറ്റുമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. ആലുവക്കാരിയാണ്. ഒരു സംഭവമായിരിക്കും ഇവിടുത്തെ ഫുഡ് കേട്ടാ. മാം എല്ലാവരോടും പേഴ്സണലി പോയി സംസാരിക്കുന്നുണ്ട്. സംഭവം എന്താണെന്നറിയോ? അത് ഞാൻ പറഞ്ഞു. വനിതാ പാചകറാണിയുടെ വിന്നറാണ് ബാക്കി നിൽക്കുന്ന ലിസ മാം. ആ മാമിന്റെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ മാമിന്റെ റെസിപ്പി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനും അതിനെ കുറിച്ച് അഭിപ്രായം പറയാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10-12 ഐറ്റംസ് വരും. അതിന് ഏറ്റവും ബെസ്റ്റ് എന്താ അറിയോ? ഫിഷ് കഴിക്കാത്ത ആളാണ് സീ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അതൊക്കെയുണ്ട്. ക്രാബ്, പ്രോൺസ്, സ്ക്വിഡ് അതൊക്കെ കാണും. അത് മതി അല്ലേ? അയ്യോ, ജഫ്രി കാണുമ്പോ ഉണ്ടല്ലോ വട്ടൈപ്പ് ഉറപ്പാ. അപ്പൊ ഇനി നമ്മൾ കാര്യമായിട്ട് വെറുതെ വർത്തമാനമൊന്നും പറയുന്നില്ല. നേരെ വന്ന കലാപരിപാടിയിലേക്ക് പോവാം. കിടില ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഇവിടുത്തെ സ്പെഷ്യൽ മെനു ആണ്. ഇതിപ്പോ താൽക്കാലികമായിരിക്കും. അത് കഴിഞ്ഞിട്ട് മാമിന്റെ ഏറ്റവും പോപ്പുലർ ഐറ്റംസ് അവരിവിടെ പെർമനന്റ് ആക്കും. സോ ഇത്രയും ഐറ്റംസ് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ വേഗം വരിക. ഈ ഒരു പറഞ്ഞ ഡേറ്റിലേ ഉള്ളൂ. വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ വീക്കെൻഡ് കഴിയും. അടുത്ത വീക്കെൻഡിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാൻ നോക്കുക. വലിയ എക്സ്പെൻസീവ് അല്ല കേട്ടോ. സോ ചിക്കൻ്റെ ഉണ്ട്, മീനിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. ചെമ്മീൻ, മാങ്ങ, പപ്പടം, തോരൻ, അത് ട്രൈ ചെയ്യണം. അത് ബട്ടർ ഗാർലിക്, ഞണ്ട് പെരലൻ അടിപൊളിയായിരിക്കും. താറാവ് റോസ്റ്റ്, എൻ്റെ അമ്മോ. പിന്നെ മാമിന്റെ കോൺടെസ്റ്റ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഏതിനാണെന്നറിയോ? മാമിന്റെ ഡെസേർട്ട് മാംഗോ ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ്. അതായിരുന്നു ഒരു വിന്നിംഗ് ഡിഷ്. അപ്പൊ അതെന്തായാലും ട്രൈ ചെയ്യണമല്ലോ. അത് മാത്രല്ല, അപ്പൊ വനിതയിൽ ജയിക്കണമെങ്കിൽ അതൊരു സംഭവമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ചീനവല വന്നതിൻ്റെ മെയിൻ റീസൺ ലിസ മാമാണ്. ലിസ മാം വനിതാ പാചകറാണിയുടെ ഈ വർഷത്തെ വിന്നറാണ്. മാമിൻ്റെ കുറച്ച് സ്പെഷ്യൽ ഡിഷസ് ഇവിടുത്തെ മെനുവിൽ ഇപ്പം ഈ ഒരു വീക്കെൻഡും ഉണ്ട്. അതല്ലാതെ അതിലെ ബെസ്റ്റ് ഡിഷസ് നോക്കി ഇവിടത്തേക്ക് പെർമനൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാമിനോട് ചോദിക്കാം മാമിൻ്റെ ഫേവറേറ്റ് ഡിഷസ് ഏതാണ് ഇവിടെ ഉള്ളത്, മാം കുക്ക് ചെയ്ത സംഭവം എന്താണ്, നമുക്ക് എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതൊക്കെ. മാം, താങ്ക് യു. ഇറ്റ്സ് എ ബിഗ് ഓണർ ടു മീറ്റ് യു. കണ്ടിട്ട് കൊതിയാവുന്നു. സംസാരിക്കാൻ തോന്നുന്നില്ല, കഴിക്കാനാണ് തോന്നുന്നത്. അപ്പൊ മാം, ഏതായിരുന്നു മാമിന്റെ വിന്നിംഗ് ഡിഷ് പാചകറാണിയിൽ? ശരിക്കും 4 ഡിഷസ് ഉണ്ട്. അതായത് സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, സൈഡ് ഡിഷ്, ഡെസേർട്ട്. ഓക്കെ. ഡെസേർട്ടിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. അത് ഞങ്ങൾക്ക് ഒരു 5 എണ്ണം വേണം. അതാണ് വൈറ്റ് ചോക്ലേറ്റ് മാംഗോ പുഡിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡെസേർട്ട് ആയിരുന്നു. അതിനാണ്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഉണ്ടാക്കിയത് ഒരു ഫിഷർമാൻസ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സീ ഫുഡിന്റെ പല ടൈപ്പ് പ്രിപ്പറേഷനിൽ പല സോസസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഫിഷർമാൻസ് ബാസ്ക്കറ്റ് ആയിരുന്നു.
പിന്നെ സ്റ്റാർട്ടറായിട്ടൊരു പാലക് ടോർട്ടിലാസ് ആയിരുന്നു സ്റ്റഫ് ചെയ്തത്. പാലക്ക് അരച്ച് നല്ല ഗ്രീൻ കളറിലെ ടോർട്ടിലാസ് ഉണ്ടാക്കി അത് ചിക്കനൊക്കെ വെച്ച് സ്റ്റഫ് ചെയ്ത് ഒരു മെക്സിക്കൻ വേർഷൻ ആയിരുന്നു. അടിപൊളി. അപ്പൊ ഇവിടെ മാം ഞങ്ങൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ? ഇവിടുത്തെ സാധാരണക്കാർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ഉണ്ട്, അതായത് ചെമ്മീൻ മാങ്ങ പപ്പടം തോരൻ. കണ്ടിട്ട് തന്നെ ഭയങ്കര കൊതിയാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുളിയില, അതായത് നമ്മുടെ ടാമറിന്റെ ഇല അരച്ച് പരട്ടിയ മത്തി ഫ്രൈ, അതും നല്ലതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. ഡെസേർട്ടും നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാം കുറച്ച് ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ ഡിഷ് മാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഡിഷ് പരിചയപ്പെടുത്താം. ഇതാണ് ഞാൻ പറഞ്ഞ ചെമ്മീൻ മാങ്ങ പപ്പടം തോരൻ എന്ന് പറഞ്ഞത്. പിന്നെ ഇത് കരിമീൻ കുഞ്ഞുള്ളി റോസ്റ്റ് ആണ്. കുഞ്ഞുള്ളി വരുമ്പോൾ തന്നെ വേറെ ടേസ്റ്റ് ആയിരിക്കും. അതെ, കുഞ്ഞുള്ളി തേങ്ങാപ്പാലാണ് കുക്ക് ചെയ്യുന്നത്, അപ്പൊ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് കുറച്ച് ട്രഡീഷണൽ ആയിട്ട് പോവുകയാണെങ്കിൽ പിടി കോഴി വറുത്തരച്ചതുമാണ്. അതെന്റെ ഒരു ഫ്രണ്ടിന്റെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഫേവറേറ്റ് ഡിഷാണ്. ഇത് കോഴി പാല് പിഴിഞ്ഞ് വെച്ചതാണ്. തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്യുന്നത്, കോഴി പാല് പിഴിഞ്ഞത്. പിന്നെ ഇത് ഒരു തൃശ്ശൂർ സ്റ്റൈലിലുള്ള, അതായത് കോക്കനട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുന്ന ഒരു ബീഫ് പെരളനാണ്. പിന്നെ ഇത് ഇവിടെ ഒത്തിരി മൂവ് ചെയ്യുന്ന ഡിഷാണ്. അത് പാൽക്കപ്പ കോംബോ എന്നാണ് പറയുക. പാൽക്കപ്പയുടെ കൂടെ നല്ല കാന്താരി ചട്നി ഉണ്ട്, കുറച്ച് സ്ക്വിഡ് ഉണ്ട്, കുറച്ച് ബീഫ് ഒലത്തിയതുണ്ട്. അതൊരു കോംബോ ആയിട്ടാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. പിന്നെ ഇത് പുളിച്ചേപ്പം നമ്മൾ തേങ്ങാ പാൽക്കറിയുടെ കൂടെയാണ് കഴിക്കുന്നത്, സെർവ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ പാലപ്പത്തിന്റെ ബാറ്റർ തന്നെ കുഞ്ഞപ്പായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. പണിയാരം ചട്ടിയിൽ കുഞ്ഞപ്പായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നമുക്ക് മപ്പാസിന്റെ കൂടെയോ അല്ലെങ്കിൽ വറുത്തരച്ച കറിയുടെ കൂടെയൊക്കെ പോകും. പിന്നെ ഇത് സന്നാസ്. ഇത് ഒരു മാംഗ്ലൂരിയൻ ഗോവൻ, ഒരു നമ്മുടെ വട്ടയപ്പം പോലത്തെ ഒരു ഡിഷാണ്. അതും നമുക്ക് കറി കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. അത് ബട്ടർ ഗാർലിക് ക്രാബ് ആണ്. പക്ഷേ കളർ അങ്ങനെ ഇരിക്കുന്നത്, അത് നമ്മൾ കുക്ക് ആകുമ്പോഴത്തേക്കും ആ ക്രാബിന്റെ കളർ നല്ല ഓറഞ്ച് ആവും. പിന്നെ നമ്മൾ പപ്രിക്കയും ക്രീമും ഒക്കെയാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇതൊരു കോണ്ടി ഡിഷാണ്. ഇത് നാടനല്ല, കോണ്ടി ഡിഷാണ്. പിന്നെ ഇതും ഒത്തിരി മൂവ് ചെയ്യുന്ന ഒരു ഡിഷാണ്. അതായത് നമ്മുടെ സാധാ മത്തി, പക്ഷെ അതിന്റെ മസാല എന്ന് പറയുന്നത് പുളിയിലെയും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ, ചില്ലി, ടേമറിക് അതിട്ട് നല്ല മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ വറുത്തെടുക്കുന്ന വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ്. അപ്പൊ ആ പുളിയില ചേർന്നേക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. താങ്ക് യു. ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തായിരിക്കും. ലുക്ക് സോ ഗോർജിയസ്, ജസ്റ്റ് ലൈക്ക് യു. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം മാം. താങ്ക് യു. അതെ, എന്തെങ്കിലും വികാരങ്ങൾ തോന്നുന്നുണ്ടോ? ഞാൻ അവിടുത്തെ ഫുൾ ടേസ്റ്റിംഗ് സെഷൻ ആയിരുന്നു എനിക്ക്. അതാണ് 1 മണിക്കൂർ എടുത്തത്. ഞാനും ആശിഷും വയറ് നിറഞ്ഞു. അല്ലേ ആശിഷ? അതോ പയ്യെ പോയാലോ? ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഫുഡ് ജെഫ്രിൻ കണ്ട, ജെഫ്രിൻ ഇപ്പം അവിടെ നിന്ന് ഓടി വരും. അത്രയും നല്ല ഫുഡാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ എടുത്തോണ്ട് വരും. അങ്ങനെ പോലെ അത് കാണുമ്പോ ശരിയാവും. സീ ഫുഡ് അല്ല, കപ്പയുണ്ട്, ബീഫുണ്ട്, എല്ലാം ഉണ്ട്. വരുന്നതിന് മുമ്പുണ്ടല്ലോ അറ്റാക്കിംഗ് ആണ്. ഇത് ഇവരുടെ ഭയങ്കര സെല്ലിംഗ് ആണ്. എന്തു പാൽക്കപ്പ വിത്ത് കോംബോ എന്ന് പറയും. പാൽക്കപ്പ വിത്ത് ചെമ്മീൻ, ചമ്മന്തി ആൻഡ് ബീഫ്. എന്നാലും ഡിഷിന്റെ ഒക്കെ പേര് ഞാൻ മറന്നു, അതുകൊണ്ട് മാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഇത് അന്ത് വെയിറ്റ് ചെയ്ത സംഭവം, ജെഫ്രിന്റെ ഫേവറേറ്റ്. അത് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റേ ചെമ്മീൻ പപ്പടം തോരൻ. അഭിപ്രായം പ്രിയാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത്, ഞാൻ പോലും ടേസ്റ്റ് ചെയ്തിട്ടുള്ള. മാം 5 സ്റ്റാർ അടിക്കുവോ? പാൽക്കപ്പയും ബീഫും കഴിച്ചിട്ടില്ല. ഇല്ല, ഇതിന്റെ ഒക്കെ കാട്ടിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് മാം. അന്തു ബട്ടർ ഗാർലിക് പൊളിക്കും. ഇതൊരു പൊളിയാണ്. ഇതിലെ പകുതി എവിടെ പോയി? പപ്പടവും തോരനും ചെമ്മീനും ഉള്ളിയും എല്ലാം കൂടെ വെച്ചിരിക്കുന്നു. എൻ്റെ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും വന്ന് കഴിക്കുക. കാരണം നാടൻ ഫുഡ് ആറ്റ് ഇറ്റ്സ് പീക്കാണ്. പീക്ക്. യു കനോട്ട് ടേസ്റ്റ് എനിത്തിങ് ലൈക്ക് ദിസ് എനിവേർ. കാരണം ഒന്നും ഭയങ്കര സംഭവം. എന്ത് പറയാനാ? അയ്യോ, അതൊരു രക്ഷയില്ല. നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റും. എൻ്റെ അമ്മ, ഈ കുഞ്ഞപ്പം ഉണ്ടല്ലോ, കുഞ്ഞപ്പത്തിന്റെ മുകളില്
കുഞ്ഞാണെങ്കിലും സാറ് വലുതാണ്. ഈ ചെറിയ വായിൽ വലിയ വർത്താനം എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. അതും ഇതിൽ ചിക്കൻ്റെ ഗ്രേവി, ഒരു സ്റ്റൂ പോലത്തെ സംഭവമാണ്. ഇങ്ങനെ നാടൻ ഭക്ഷണം കുക്ക് ചെയ്യാമെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. എന്തൊരു ഫ്ലേവറാണ്! തേങ്ങാപ്പാലും പച്ചമുളകും കരിവേപ്പിലയും. ഇവിടെ കരിമീൻ നോക്കട്ടെ. അയ്യോ, തൊടുന്നതിന് മുമ്പ് ഊരി ഊരി വരുന്നു. നോക്ക്, ഇത് തേങ്ങാപ്പാലും ചെറിയ ഉള്ളിയും വെച്ച് ഉണ്ടാക്കിയ കരിമീനാണ്. നോക്കട്ടെ. ഓ മൈ ഗോഡ്. മേരിയൻ കഴിച്ചോ? കഴിച്ചു നോക്ക്. കരിമീൻ കഴിക്കുന്ന ആളല്ലേ? കൊറേ കരിമീൻ പൊളിച്ചത് കഴിച്ചിട്ടില്ലേ? ഇത് കഴിച്ചു നോക്ക്. ആഹാ, ഇതൊന്ന് കഴിച്ചു നോക്ക്. ഇതുപോലെ കഴിച്ചിട്ടുണ്ടോ? ഇത് പ്രിയ എക്സാജറേഷൻ അല്ല. ആരെങ്കിലും ഇവിടെ വന്ന് കഴിച്ചിട്ട് ഫുഡ് ആവറേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കും, ഞാൻ സോറി പറയാം അവരോട്, ഞാൻ മിസ്ഡയറക്ട് ചെയ്തത്. ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നേ പറയുള്ളൂ. അത് മൊത്തമായിട്ട് എടുത്ത് കഴിക്കാം, അരപ്പെല്ലാം കൂടെ. മുള്ളില്ല, ഞാൻ മാറ്റിയിട്ടാ വന്നേ. ഒന്ന് കഴിച്ചു നോക്ക്. അത് മൈക്കില്ലാത്തോണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. എന്താ അല്ലേ ഇത്? ഓ, ഞാൻ ഇതും ഈ ബീഫ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. ബീഫാ? ഓ, ഒരു സിറിയൻ ബീഫ് റോസ്റ്റ് ഒക്കെ പറയുന്നതിന്റെ ദ ബെസ്റ്റ് വേർഷൻ. ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ഇന്റൻസ് ഫ്ലേവർ. പക്ഷെ ഒന്നും ഓവർ സ്പൈസ്ഡോ, നമുക്ക് ഒരു സാധനം കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ഇത് മറ്റേ പട്ട ഗ്രാമ്പ് ഏകദേശം ആ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടുന്നുണ്ട്. ഇതിന്റെ മസാലകളിലാണ് സാധാരണ നമ്മൾ പറയില്ല മീറ്റ് സൂപ്പറാണ്. ഇവിടെ മീറ്റ് എല്ലാം സൂപ്പറാണ്, ഫിഷ് എല്ലാം ഫ്രഷ് ആണ്. പക്ഷെ ഈ മസാലകളുടെ ക്വാളിറ്റി ഇറ്റ്സ് ലൈക്ക് ആ ഒരു പെർഫെക്റ്റ് ബാലൻസിങ് ഉണ്ടല്ലോ. ഓ, ഇത്രയും ആസ്വദിച്ച് ഇടയ്ക്ക് നമ്മൾ കൊടൈക്കനാലിൽ വന്ന് അവിടെയൊക്കെ എൻജോയ് ചെയ്തു. പക്ഷെ ഇത് വേറെ ലെവലിലേക്ക് പോയി സംഭവം. ജെഫ്രിന്റെ ഫേവറേറ്റ് ഫുഡ്. ജെഫ്രി നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ബാംഗ്ലൂരാണ്. പിടിയും ചിക്കനും. അല്ല, പുതിയതായി കാണുന്നവർക്ക് അറിയില്ലല്ലോ. ആ, അതെ. അപ്പൊ ജെഫ്രി മറ്റേ കരഞ്ഞോണ്ടിരിക്കുന്നത് ജെഫ്രിന് വേണ്ടി ഇന്നാ. ജെഫ്രിന് എക്സാക്ട് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു പെർഫെക്റ്റ് പിടി ആൻഡ് ചിക്കൻ റോസ്റ്റ് വരട്ടത് സൂപ്പർ. ക്രാബിന് നമ്മൾ തന്നെ പൊളിക്കണം. ഫ്രഷ് ക്രാബാണ്. അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുവാണ്. അതല്ല, ഓക്കെ. സോ ക്രാബ് ഒന്ന് പൊളിച്ചു നോക്കട്ടെ. അകത്തുനിന്ന് മിക്കവാറും എല്ലാ ജ്യൂസസും വീഴും. ആഹാ, ജെഫ്രി ക്രാബ് കട്ട് ചെയ്തിട്ട് വന്നിരുമ്പോ എന്റെ സ്വീറ്റ് മീറ്റ് വിത്ത് ബട്ടർ ആൻഡ് ഗാർലിക് ഉണ്ടല്ലോ. Oh my God, എന്തൊരു സ്വീറ്റ് ആണെന്നറിയോ? മൈ ഗോഡ്, വാട്ട് എ മീൽ. വേഗം എങ്ങനെയെങ്കിലും നിങ്ങൾ പറ്റുമെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ, ഈ വ്ളോഗ് ഞാൻ സാറ്റർഡേ ഇടും. സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ എന്ന് പറഞ്ഞാൽ 14th വരെ ഉള്ളൂ, 14th ജൂലൈ വരെ. അത് കഴിഞ്ഞിട്ട് ഇതിലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരിക്കും. പക്ഷെ ഇത്രയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇവിടെ വരുക. എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്തൊരു സന്തോഷം, തിളക്കമൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ ചിലപ്പോൾ പാർസൽ എടുക്കാൻ കാണുന്നു. എല്ലാം കഴിഞ്ഞ് അതുകൊണ്ടായിരിക്കും ഇത്രയും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓ, ഒന്നൊന്നര സംഭവമായിരുന്നു. പറയാനുള്ളൊക്കെ നേരിട്ട് പറഞ്ഞ ഒന്നും പറയാനില്ല. മാമിന്റെ അടുത്ത് എന്താ പറയണ്ടേ? ആ കൈ പിടിച്ചൊന്ന് വേണ്ട മാം, ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക്. ഇത് മാമിന്റെ വിന്നിംഗ് ഡിഷാണ്, മാംഗോ ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ്. എന്താണ് വിന്നിയോ? ട്രോഫി കൊടുക്കാൻ പറ്റുമോ? ഈ പിന്നെ ഏതില്ലെങ്കിൽ കുറ്റം പറയാനുള്ളൂ. വിന്നിയില്ലെങ്കിൽ നമ്മൾ പോയി ജഡ്ജസിനെ തല്ലണോ അല്ലേ? എങ്ങനെ വിന്ന് ചെയ്യാതിരിക്കും?
എന്താ വേണ്ടേ സാറിന്? ടേസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ മേരിയാൻ, ബാക്കി ഭർത്താവിന് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലേ മര്യാദക്ക് 4 എണ്ണം പറയാൻ. അപ്പൊ ഇതിൽ കൂടുതൽ അപ്രൂവൽ നിങ്ങൾക്ക് എന്താ വേണ്ടേ? നോക്കിക്കേ, ഞങ്ങളൊക്കെ ഇത്രേ ആയിട്ടുള്ളൂ. ഒരാൾ അവിടെ പഠിച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞു. അയ്യോ സമ്മതിക്കണം കേട്ടാ. എന്തൊരു ടേസ്റ്റ് ഇത് മാംഗോന്റെ സ്വീറ്റ്നെസ് ആണ് വൈറ്റ് ചോക്ലേറ്റും കാട്ടി ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതിൻ്റെ ക്രഞ്ചി കുറച്ച് പിസ്താഷ്യോ നട്ട്സ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു കാരമൽ പുഡിങ്ങിന്റെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ടേ ഉള്ളൂ. യോഗയുടെ ടെക്സ്ചർ പോലെയാന്ന് തോന്നുന്നു. മാംഗോന്റെ മാംഗോ എല്ലാത്തിൻ്റെയും ബാലൻസ് ആണ്, ഒന്നും ഓവറായിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ടൂ ഗുഡ്. ഞങ്ങൾ പറയുന്നു ഈ ഡിഷ് മാം ഉണ്ടാക്കിയിട്ട് മാമിന് ട്രോഫി തന്നില്ലെങ്കിൽ ഞങ്ങൾ ജഡ്ജസ് തല്ലിയത്. ഇതിനാണ് ലക്ഷ്മി നായർ മാമും മറ്റേ റഷീദ് ഷെഫൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് തന്നത്. കമന്റ് പറഞ്ഞു. അവർ പറഞ്ഞു ഏറ്റവും നല്ല ഡിഷസ് ഇതിൽ ആർക്കാന്നൊക്കെ നല്ലതായിട്ട് ഉണ്ടാക്കിയത് വൗന്ന് തോന്നിയത് ഏത് ഡിഷാണെന്ന് ചോദിച്ചു. അപ്പോൾ ഷെഫ് റഷീദ് പറഞ്ഞു എൻ്റെ കണ്ടസ്റ്റന്റ് ഞാൻ നമ്പർ 2 ആയിരുന്നു. അപ്പോൾ കണ്ടസ്റ്റന്റ് നമ്പർ 2ന്റെ പുഡിങ് ഞങ്ങൾക്ക് ശരിക്കും വാവും. എല്ലാവരും മടിച്ചു കഴിക്കുന്ന കാട്ടി എന്ത് എവിഡൻസ് വേണം അല്ലേ? അത് വലിയ പോർഷനുമാണ് ശരിക്കും, ചെറിയ പോർഷനൊന്നും അല്ല. അതുകൊണ്ട് അടിപൊളി ഗൈസ്. അപ്പോൾ ഇതിന് നമ്മുടെ ആക്ച്വലി എന്താ ജോലി, നിങ്ങളുടെ അടുത്ത് നമ്മുടെ എക്സ്പീരിയൻസ് പ്രോപ്പറായി കൊണ്ടുവരാം. ഇത് ഞങ്ങൾ റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്സും ഞങ്ങൾ കഴിച്ചിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡൈനിങ് എക്സ്പീരിയൻസസും അത് നിങ്ങളുടെ അടുത്ത് എത്തിക്കുകയാണ്. ഇഫ് യു ആർ ലക്കി ഇനഫ് ജസ്റ്റ് കം ഹിയർ ആൻഡ് ഹാവ് ദിസ് മീൽ ആൻഡ് ഞങ്ങൾക്ക് പേഴ്സണലി കമൻറ്റ് അയക്കുക ഹൗ വാസ് ഇറ്റ്. കാരണം അത്രയും ഗ്യാരണ്ടീഡ് ആണ്. ഇത് ഒരുപാട് ട്രൈ ചെയ്യാൻ പറ്റും, കാരണം എക്സോർബിറ്റൻ്റ്ലി പ്രൈസ്ഡ് അല്ല, കൊച്ചിയിലാണ്, അല്ലാതെ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു എക്സ്പീരിയൻസസ്. അപ്പോൾ ഈ ഒരു ജൂലൈ 14th വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഇവിടെ മെനുവിലേക്ക് വരും, പക്ഷേ ഇത്രയും ഐറ്റംസ് ചിലപ്പോൾ കാണില്ല. അതുകൊണ്ട് നിങ്ങൾ വന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഞങ്ങൾക്ക് പേഴ്സണലി പറ്റുമെങ്കിൽ മെസ്സേജ് അയക്കുക. ഐ എം ഷുവർ യു ഗൈസ് വിൽ എക്സ്പീരിയൻസ്, യു ഗൈസ് വിൽ ലവ് ഇറ്റ്. ഈവൻ ഇഫ് യു ഡോണ്ട് ലവ് സീ ഫുഡ് കമ്മിയ, കാരണം ഇവരുടെ ബീഫ് ആണെങ്കിലും പിടിയും ആണെങ്കിലും അല്ലെങ്കിൽ പാൽക്കപ്പയാണെങ്കിലും ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം തന്നെ കൊതിയാവുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വന്ന് കഴിച്ചു കഴിഞ്ഞ് ഫുഡ് ഇഷ്ടമാവുകയാണെങ്കിൽ നേരിട്ട് മാമിനോട് കോംപ്ലിമെൻറ്റ് പറയാം. മാം ഇവിടെ മിക്കവാറും കാണും. കാരണം നമ്മൾ കഴിച്ച് ആരെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്ത് തരുമ്പോൾ അത് നല്ലതാണെന്ന് അവർക്ക് കേൾക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. അത് നമ്മൾ അമ്മമാരാണെങ്കിലും വീട്ടിലെ മെയ്ഡാണെങ്കിലും ആരാണെങ്കിലും അവരോട് പറയുക. കാരണം ഇറ്റ് മേക്സ് ദെയർ അവർക്കത് മതി, ആ ഒരു വാക്ക്. സോ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.